എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ IT ജോബ്സ് നേടാം എന്നുള്ളൊരു സെക്ഷനാണ്. IT ജോബ്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബുകൾ എങ്ങനെ നേടാം എന്ന് ഉള്ളതാണ്. കഴിയുന്ന അല്ലെങ്കിൽ ബിടെക് കഴിയുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ അതേപോലെ മറ്റേതെങ്കിലും ബ്രാഞ്ച് ആണെങ്കിൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ അതിനുള്ള ബ്രാഞ്ചിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ആപ്പ് ഡെവലപ്മെന്റ് ജോബിലേക്ക് വരാറുണ്ട്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന 15% സ്റ്റുഡൻസിനും കോളേജിൽ തന്നെ പ്ലേസ്മെന്റ് ലഭിക്കാറുണ്ട്. എന്നാൽ ബാക്കി വരുന്ന കാൻഡിഡേറ്റ്സും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള സെക്ഷനിലേക്കും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വേക്കൻസിയിലേക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, കാൻഡിഡേറ്റ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മിക്ക ഇന്റർവ്യൂസും ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ സ്റ്റുഡൻസിന് 80% സ്റ്റുഡൻസിലും അവിടെ ഒരു 30% സ്റ്റുഡൻസ് മാത്രമേ ഇന്റർവ്യൂ പാസ് ആവുകയും തിരിച്ച് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വേക്കൻസിയിലേക്ക് വരാറുള്ളൂ. ഇതിന്റെ കാരണം ബാക്കിയുള്ള സ്റ്റുഡൻസ് കുറച്ച് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം മറ്റുള്ള ജോബിന് വേണ്ടി ട്രൈ ചെയ്യുകയും ആ മറ്റു മേഖലയിലേക്ക് മാറി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ഒട്ടനവധി വേക്കൻസീസ് IT ഫീൽഡിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല സാലറി IT കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ഫ്രഷറിന് പഠിച്ചിറങ്ങി ഒരു 6 months ഒക്കെ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ്സിന് 25-30,000 തൊട്ട് എബോവ് സാലറി വരുന്നുണ്ട്. അപ് ടു 1 year 2 year എക്സ്പീരിയൻസ് ആകുമ്പോൾ എബോവ് 1 lakh സാലറി വരെ, 1 lakh 2 lakhs സാലറി വാങ്ങുന്ന കാൻഡിഡേറ്റ്സും ഉണ്ട്. സോ IT വേക്കൻസിയിൽ സാലറി ബെറ്റർ സാലറിയാണ് മറ്റേത് ഫീൽഡിനെ കാട്ടി. അതേപോലെ തന്നെ ജോബ് വേക്കൻസീസും ഇന്ന് ധാരാളമുണ്ട്. പക്ഷെ ഈ മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മറ്റുള്ള ഗവൺമെന്റ് ജോബിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോബിനും നമ്മൾ ഇന്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് കാര്യമുണ്ട്. സാധാരണ ഒരു കോഴ്സ്, ബിടെക് അല്ലെങ്കിൽ കോഴ്സ്, നമ്മളെ പ്രൊഫഷണൽ കോഴ്സ് കഴിയുമ്പോഴും മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസോ ടൂൾസോ പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കോഴ്സ് ഫീ നല്ല രീതിയിലാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടും വാങ്ങുന്നത്. ഏകദേശം 40,000 മുതൽ 70,000 വരെ വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇതിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്, അതേപോലെ തന്നെ ആ രീതിയിൽ കാൻഡിഡേറ്റ്സിനൊന്നും ബെറ്റർ ആയിട്ട് ഗൈഡ് ചെയ്യാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട്സും കാൻഡിഡേറ്റ്സിന് പ്ലേസ്മെന്റ് എല്ലാം ഓഫർ ചെയ്തതിനു ശേഷം നല്ലൊരു ഫീസും വാങ്ങിയിട്ട് പിന്നീട് മറ്റൊരു അപ്ഡേഷനും കാൻഡിഡേറ്റ്സിന് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് എയിംറോൺ ഒരു കോഴ്സ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബിടെക് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കോഴ്സുകളൊന്നും ഒരു ഹെവി എമൗണ്ട് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. പകരം നമ്മൾ അക്കാഡമിക്കലി പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷന് അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. അതായത് നമ്മൾ നോർമലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനകത്ത് യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചർ, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്, അതോടൊപ്പം തന്നെ ഡേറ്റ മാനേജ്മെന്റ്, ഓരോ കമ്പനിയുടെ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ പ്രോഡക്റ്റിനെ ആസ്പദമാക്കിയാണ്, അവരുടെ ഡൊമൈനെ ആസ്പദമാക്കിയാണ്. ഈ മെയിൻ ആയിട്ടുള്ള ഡൊമൈൻസിനെ എല്ലാം നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കോഴ്സിനകത്ത് ഉൾക്കൊള്ളിക്കുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റം ടെസ്റ്റ്, ഒരു ഇന്റർവ്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇന്റർവ്യൂ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ HR സെക്ഷൻ, നമ്മൾ സാധാരണ HR നമ്മൾ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടഡ് CTC, എന്താണ് CTC, കോസ്റ്റ് ടു ദി കമ്പനി. നമ്മളൊരു കമ്പനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് എത്രമാത്രം കോസ്റ്റിലാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്ക് ആനുവലി തരുന്ന സാലറിയുടെ കാര്യമാണ് CTC എന്ന് ചോദിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഓരോ കമ്മ്യൂണിക്കേഷനും ഇന്റർവ്യൂ പ്രിപ്പറേഷനിൽ നമ്മൾ എങ്ങനെ റിപ്ലൈ ചെയ്യണം, എത്ര സാലറിയാണ് നമ്മൾ പറയേണ്ടത്, നമ്മുടെ റെസ്യൂം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നമ്മുടെ റെസ്യൂമിനകത്ത് എത്ര എക്സ്പീരിയൻസ് ആണ് വെക്കേണ്ടത്, എക്സ്പീരിയൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം തുടങ്ങിയ എല്ലാ സെക്ഷൻസും നമ്മൾ ഈ ഒരു കോഴ്സിൽ ഉൾക്കൊള്ളിക്കുന്നു. അതേപോലെ തന്നെ ആർക്കിടെക്ചർ, സിസ്റ്റം ആർക്കിടെക്ചർ, ഫ്രെയിംവർക്ക്, HR കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ എല്ലാ സെക്ഷൻസും നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കോഴ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇത് കാൻഡിഡേറ്റ്സിനെ നമുക്ക് നല്ല കമ്പനിയിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ ലാസ്റ്റ് ബാച്ചിൽ നിന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ MNCയിലും നല്ല കമ്പനീസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്ന രീതിയിൽ ഒരു ഹ്യൂജ് ഫീസ് ഒന്നും ഇതിൽ നമ്മൾ വാങ്ങാറില്ല. വളരെ ചെറിയൊരു ഫീസ് മാത്രം വാങ്ങിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റെസ്യൂം പ്രിപ്പറേഷനും അതേപോലെ തന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കോഴ്സും എയിംറോൺ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ വരുന്ന സെക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ഫ്രഷേഴ്സിന് 1 to 2 ഇയർ വരെ ചോദിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യുന്നു. അതിൽ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഫ്രെയിംവർക്ക്, ആർക്കിടെക്ചർ, അതേപോലെ തന്നെ ഡാറ്റ മാനേജ്മെന്റ്, റെസ്യൂം റൈറ്റിംഗ്, HR കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ എല്ലാ സെക്ഷൻസും ഇതിൽ കവർ ചെയ്യുന്നു. ഈ ഒരു ഇന്റർവ്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സെക്കൻഡ് തിങ് എയിംറോൺ തന്നെ നിങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂസ് നൽകുന്നതാണ്. കുറച്ച് മോക്ക് ഇന്റർവ്യൂസ് നൽകും. ആ ഇന്റർവ്യൂല് നിങ്ങളുടെ പെർഫോമൻസിനെ നോക്കിയതിനു ശേഷം അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ മോക്ക് ഇന്റർവ്യൂവിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ലൈവ് ട്രെയിനിങ് സെക്ഷൻ നൽകുന്നതാണ്. ഈ ലൈവ് ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ റെസ്യൂംസ് എല്ലാം ചെക്ക് ചെയ്ത് റെസ്യൂംസ് എല്ലാം റെഡിയാക്കിയതിനു ശേഷം കമ്പനീസിലെ ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്ത് നൽകുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ജോബ് വേക്കൻസീസ് ഡയറക്റ്റ് ഇൻഫോം ചെയ്യും കണ്ടിൽ നമുക്ക് ഒരു നല്ല ജോലി ലഭിക്കുന്നത് വരെ. സോ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നവരെ തന്നെ എയിംറോൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ഫാക്കൽറ്റീസ് ഉണ്ടാവും. സോ നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ കളയാതെ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് നമുക്ക് നല്ലൊരു ജോലി നേടാം. അതിന്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ എയിംറോൺ ചെയ്ത് നൽകുക. എയിംറോണിന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസിന്റെ കുറച്ച് ഡെമോ കൂടി നമുക്ക് ഇവിടെ നോക്കാം. നെക്സ്റ്റ് ഒരു സെക്ഷൻ ലൈഫ് സൈക്കിൾ ഓഫ് എ കസർ എന്നാണ്. അതിനകത്ത് കസേഴ്സിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു കസറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം ആസ് ലൈക്ക് എ വേരിയബിൾ. അതിനുശേഷം കസറിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ ഏത് ടേബിളിന് ഏത് സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് ഡാറ്റ നമ്മൾ ഫെച്ച് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് ആ കസർ നമ്മൾ ഓപ്പൺ ചെയ്യണം. അഗെയിൻ ആ ഡാറ്റനെ നമ്മൾ ഫെച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്ത് കസറിൽ നിന്ന് ഡാറ്റ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. കസർ എംപ്റ്റി ആവുന്നവരെ നമുക്ക് ഡാറ്റ ഫോർമാറ്റ് നമ്പർ ഏതാണ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോർമാറ്റ് നമ്പർ ആണ് ഈ ഫസ്റ്റ് കാണുന്ന കോളം. ഇവിടെ 101, 102 അതുപോലെ 1 എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ സാമ്പിളും അതിന്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട് MMDDYY. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 101 ആണെങ്കിൽ MM/DD/YY ഈ ഫോർമാറ്റിലാണ്. അങ്ങനെ ഈ ഫോർമാറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കൺവേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡേറ്റിനെ മാത്രമല്ല മറ്റെല്ലാ ഡേറ്റ ടൈപ്പിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്ന വാല്യൂ സ്ട്രിങ് ആണ്. പക്ഷെ ഇന്റിജറിനെ മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അവിടെയും ഈ കൺവേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആ ഡേറ്റ ടൈപ്പിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ക്യാരക്ടർ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന കണക്കിന് കൺവേർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ SQLനകത്ത് മെയിൻ ആയിട്ട് ഡേറ്റ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൺവേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരേ ടൈമിൽ ഡിഫറെന്റ് IP ഒരു ടിക്കറ്റ് റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ ആ രണ്ടുപേർക്കും മേ ബി എന്ത് ലഭിക്കും. നമ്മൾ ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിൽ നിന്നാണ് പ്രൈമറി കീ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിൽ നിന്നാണ് പ്രൈമറി കീ നമ്മൾ ഇതേ കണക്ക് പ്ലസ് വെച്ചിട്ട് എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്പർ എത്രയാണോ അതിന്റെ കൂടെ പ്ലസും കൂടെ കൊടുത്ത് +1 കൊടുത്തിട്ട് നെക്സ്റ്റ് നമ്പർ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു എങ്കിൽ അത് ആ ക്ലൗഡ് സെർവറിൽ ഒരേ ടൈമിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് യൂസേഴ്സിനും ഒരേ ടൈമിൽ ഒരേ നമ്പർ ലഭിക്കും. ഫോർ എക്സാമ്പിൾ 100 എന്ന് പറയുന്ന ഒരു ടിക്കറ്റ് നമ്പർ രണ്ടിടത്തു നിന്ന് ഒരേ ടൈമിൽ രണ്ട് യൂസേഴ്സ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നെങ്കിൽ രണ്ടുപേർക്കും 100 എന്ന് പറയുന്ന ടിക്കറ്റ് നമ്പർ ആയിരിക്കും. അതൊരു ഡാറ്റാബേസ് കോൺഫ്ലിക്റ്റ് ആവും. 100 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റുഡന്റ് റോൾ നമ്പർ 100, സെക്കൻഡ് സ്റ്റുഡന്റ് റോൾ നമ്പർ 200, 300 എന്ന രീതിയിൽ ഇൻക്രിമെന്റ് ആവും. സോ ഒരു ടേബിളിലെ ഒരു ഫീൽഡിനെ സീക്വൻസ് ആയി, അതായത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാനുവലി പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഡാറ്റ എന്തായിരുന്നു അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത കീ എന്തായിരുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് വിൽ ഓട്ടോ ഇൻക്രിമെന്റ്. സോ അതിന് യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഐഡന്റിറ്റി. സോ എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി നമ്മളെ SQL യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഐഡന്റിറ്റി എന്ന കീവേഡ് കൊടുക്കുകയാണ്. ഐഡന്റിറ്റി. സോ ഇവിടെ ഐഡന്റിറ്റി എന്നുള്ള കീവേഡ് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡന്റിറ്റി സീഡ് ഫസ്റ്റ് സ്റ്റുഡന്റ് റോൾ നമ്പർ എത്രയും സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇപ്പം 100 എന്ന് കൊടുത്തു. ഇനി എത്ര വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം? ഒരു 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റുഡന്റ് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന 100 ആയിരിക്കും. അത് നെക്സ്റ്റ് ഓരോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതനുസരിച്ച് അത് 1 by 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു പോകും.